RBTയുടെ പക്കൽ നിന്നും വാങ്ങിയ ഭൂമി തന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് തടസ്സം നൽകുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ താമസിക്കുന്ന പരമശിവൻ എന്ന വ്യക്തിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴത്തെ എസ്റ്റേറ്റ് മാനേജ്മെന്റായ പോപ്സ് നടത്തുന്നത് എന്നും പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. RBT കമ്പനിയുടെ ഉടമയായ മനു ശർമ്മയിൽ നിന്നും 3 ഏക്കർ സ്ഥലമാണ് പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ താൻ വാങ്ങിയിരുന്നത്. ഇതിന് കൃത്യമായ രേഖകളും ഉണ്ട്. ഇതോടൊപ്പം കോടതിയിൽ നിന്നും ലഭിച്ച ഇഞ്ചക്ഷൻ ഓർഡറും നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് തങ്ങളുടെ സ്ഥലത്ത് ജോലികൾ ചെയ്യുന്നതിന് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് സ്ഥലം ഉടമയായ ഗ്രാമ്പി സ്വദേശി പരമശിവൻ പറയുന്നു. RBT കമ്പനി മുതലാളി 3 ഏക്കർ സ്ഥലം മനു ശർമ്മ എഴുതി തന്നതാണ്. ആ സ്ഥലത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പലപ്പോഴും വന്ന് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവിടെ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കാരണം ഇവർക്ക് യാതൊരു രേഖയും ഇല്ലാതെയാണ് ഇവർ കമ്പനി ലേലം പിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലീസിക്ക് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിക്കും, ഉദ്യോഗസ്ഥന്മാരെ കബളിപ്പിക്കും. ഉദ്യോഗസ്ഥന്മാർ അതിനെക്കുറിച്ച് യാതൊന്നും ചോദിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ എന്നാ പേപ്പറുണ്ട്, എങ്ങനെയാണ് ഈ എസ്റ്റേറ്റ് നിങ്ങൾ എടുത്തത്, ഏത് രീതിയിലാണ് നിങ്ങൾ നടത്തി കൊണ്ടുപോകുന്നത്, അങ്ങനെയൊന്നും യാതൊരു അധികാരികളും ചോദിക്കുന്നില്ല. പക്ഷെ നമ്മൾ പോയാൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേപ്പറുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ കമ്പനിയിലെ ആ പ്രസാദ് എന്ന് പറയുന്നവൻ എല്ലാം കളവായിട്ടുള്ള പേപ്പറുകളാണ് അവൻ്റെ കൈവശം ഉള്ളത്. അത് ചോദിക്കാനും വെരിഫിക്കേഷൻ ചെയ്യാനും യാതൊരു അധികാരികളും തയ്യാറാകുന്നില്ല. കാരണം എന്നെ ഗുണ്ടായസം കാണിച്ചാണ് അവർ ഭീഷണിപ്പെടുത്തി, ഗുണ്ടായസം കാണിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് വിരട്ടവും പിടിക്കുകയൊക്കെ ഒത്തിരി എന്നെ ഈ 20 വർഷമായിട്ട് ഭയങ്കരമായിട്ട് ഇവർ ശല്യം ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, കമ്മീഷണർ പരാതി കൊടുത്തിട്ടുണ്ട്, SP പരാതി കൊടുത്തിട്ടുണ്ട്, ഇവിടെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, 3-4 പരാതി. അതിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലേലം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർവേ ചെയ്ത നമ്പർ നോക്കി അവരുടെ കൈവശം ഇരുന്ന് എത്ര ഏക്കറുണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്തി വേലി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അധികാരികളോട് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായി താൻ പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് ജോലികൾ ചെയ്യാൻ സമ്മതിക്കാതെ ഗുണ്ടായുസത്തിലൂടെ തന്നെ മർദ്ദിക്കുക വരെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്കും പോലീസിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. RBT കമ്പനിയുടെ ഉടമയുടെ പക്കൽ നിന്നും നേരിട്ട് സ്ഥലം എഴുതി വാങ്ങിയ ആളാണ് താൻ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തോട്ടം നടത്തിപ്പ് നടത്തുന്നത് എന്നും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് എത്ര ഏക്കർ സ്ഥലമുണ്ട് എന്നുള്ളതും ഇതിന് രേഖയുണ്ടോ എന്നും അധികൃതർ പരിശോധിച്ച് തങ്ങളുടെ സ്ഥലത്ത് ജോലികൾ ചെയ്യാനുള്ള സംരക്ഷണം നൽകണമെന്നാണ് പരമശിവൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.